ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരം ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ദാ ഇതുപോലെ ഓരോ എള്ളുണ്ട ഓരോ ദിവസം കഴിക്കുന്നത് അത്രത്തോളം നല്ലതായിരിക്കും കേട്ടോ. കർക്കിടക മാസത്തിൽ മാത്രമല്ല എപ്പോ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. കർക്കിടക മാസത്തിൽ നമ്മൾ ഒന്നും കൂടി നമ്മുടെ ശരീരം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അത്രമാത്രം. മധുരത്തിന് വേണ്ടി ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ശർക്കരയിലേക്ക് 1½ കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ച് കുറുകി വറ്റുവൊന്നും വേണ്ട. നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രം മതി. ഇനിയിപ്പോ നന്നായിട്ട് കഴുകി ശരിക്കും വെയിലത്ത് വെച്ച് ഉണക്കിയ എള്ള് ദാ ഇതേപോലെ ഒന്നുങ്ങ് ചൂടാക്കി കൂടി എടുക്കുന്നുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി ട്ടോ. 1 കപ്പ് ചുമന്ന അവലും കൂടി അതേപോലെ തന്നെ ചൂടാക്കി കൂടി എടുക്കാം. ഇനി നല്ല ടേസ്റ്റിന് വേണ്ടി 1/2 കപ്പ് കപ്പലണ്ടിയും 1/2 കപ്പ് ബദാമും കൂടി ഒന്നുങ്ങ് ചൂടാക്കി ചൂടാറി കഴിയുമ്പോൾ ഒന്ന് മിക്സർ ജാറിൽ പൊടിച്ചും കൂടി എടുക്കാവേ. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ദാ ഇതേപോലെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറ്റിയും കൂടി എടുക്കാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എള്ളും അതേപോലെ തന്നെ അവല് കൈകൊണ്ട് പതുക്കെ ഒന്നും കൂടി പൊടിച്ച് അതും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വെച്ച ബദാമും അതേപോലെ തന്നെ കപ്പലണ്ടിയും കൂടി ചേർത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി ശരിക്കും വെള്ളമൊക്കെ വറ്റിച്ചും കൂടി എടുക്കാവേ. അപ്പൊ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഇനി വലിയ ചൂടൊക്കെ നാറിക്കഴിയുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് പറ്റി ദാ ഇതേപോലെ ഉണ്ട പോലെയും കൂടി ആക്കി കൂടി എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്ടോ.